കൊല്ലം ഇരവിപുരത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി CPM നേതാവിന്റെ ഭീഷണി. CPM ഏരിയ കമ്മിറ്റി അംഗവും മുൻ കൗൺസിലറുമായ സജീവും സംഘവുമാണ് SIയെ ഭീഷണിപ്പെടുത്തിയത്. സജീവിന്റെ വാഹനം പിടിച്ചതാണ് പ്രകോപനത്തിന് കാരണമായത്. ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചവർക്കെതിരെ കേസെടുത്തു. ലിജോ റോളൻസ്, ലിജോ, എന്താണ് ഉണ്ടായത്? സൈഫുദ്ദീൻ, ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഡിസംബർ 20-നാണ്. അതായത് സജീവിന്റെ ഒരു വാഹനം പോലീസ് പിടിച്ചിരുന്നു. ഇരുചക്ര വാഹനമായിരുന്നു. അതിന്റെ പേപ്പറുകളൊന്നും കൃത്യമല്ലാത്തതിനായി പിടിച്ച് പരിശോധന നടത്തിയ രേഖകളെല്ലാം കൃത്യമായി ഹാജരാക്കി കഴിഞ്ഞാൽ അത് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യവുമായി സ്റ്റേഷനിലേക്ക് വന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായതെന്നുള്ളതാണ് പോലീസ് FIRൽ തന്നെ പറയുന്നത്. സ്റ്റേഷനിലെത്തുകയും അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന SI ആയിട്ടുള്ള രഞ്ജിത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റേഷനിൽ CI അവധിയിലായിരുന്നു. SIയെ കാണുകയും SIയോട് സംസാരിച്ച സമയത്ത് വണ്ടി വിട്ടുതരണം, ഇല്ല എന്നുണ്ടെങ്കിൽ ജോലിയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന മലരും ഒപ്പം തന്നെ പഴവും ഉൾപ്പെടെയുള്ളവ സ്റ്റേഷനിലെ ആ ഒരു ടേബിളിന് മുകളിലേക്ക് ഇലയിൽ പൊതിഞ്ഞ് വച്ചു എന്നുള്ളതാണ് FIRൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും SIയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സമയത്ത് 3 പോലീസ് ഉദ്യോഗസ്ഥർ, ദീപു, സുജി, നിതിൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എത്തി തടയുകയും അവരെയും ഈ പ്രതി കയ്യേറ്റം, അതേ പ്രതികൾ ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് FIRൽ പറയുന്നത്. കൃത്യം ജോലി തടസ്സപ്പെടുത്തി ഒപ്പം തന്നെ പോലീസുകാരെ കയ്യേറ്റം ചെയ്ത് തുടങ്ങിയുള്ള നിരവധി വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ആരെയും ഇതുവരെ പിടികൂട്ടിയിട്ടില്ല. ഈ സജീവ് എന്ന് പറയുന്നത് CPMന്റെ ഏരിയ കമ്മിറ്റി അംഗവും മാത്രവുമല്ല നേരത്തെ പള്ളിമുക്ക് ഡിവിഷനിൽ നിന്നുള്ള CPMന്റെ കൗൺസിലറുമായിരുന്നു. അപ്പോൾ ആ സജീവ് ആ മേഖലയിൽ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. സജീവിനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഈ പറയുന്ന കാര്യങ്ങൾ തർക്കമുണ്ടായി എന്ന് പറയുന്നതെല്ലാം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ അവിലും മലരും പഴവുമൊക്കെ കൊണ്ട് വച്ചു എന്ന് പറയുന്നത് പോലീസിന്റെ കെട്ടുകഥയാണെന്നുള്ള രീതിയിലും കയ്യേറ്റമൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് സജീവ് പറയുന്ന കാര്യം. എന്തായാലും കേസെടുത്തിട്ടുണ്ട്. കമ്മീഷൻ ഉൾപ്പെടെ ഇടപെടുകയും നിലവിൽ ആ CCTV ദൃശ്യങ്ങൾ അത് സീസ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ നൽകുകയും ചെയ്തിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി ലിജോ.